പക്ഷേ ഈ പണമാണ് എൻ്റെ ജീവിതത്തിൻ്റെ ബേസിക് ഫിലോസഫി എന്ന് വരുന്നതോടുകൂടെ ഈ പറയപ്പെടുന്ന ശാന്തി സമാധാനം നഷ്ടമാവുന്നുള്ളതാണ്. ഈ പണം, ഈ പ്രശസ്തി, ഇത് ഇല്ലാതിരുന്നു കഴിഞ്ഞാലും എൻ്റെ സമാധാനം നഷ്ടമാവാത്ത ഒരു മെൻ്റൽ സ്റ്റേറ്റിലേക്ക് എത്തുക എന്നുള്ളതാണ്. മോത്തിയുൽ ഹഖ് സർ, ABC മലയാളം ജ്യോതിഷത്തിലേക്ക് സ്വാഗതം. നമ്മൾ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ സർ ഏറ്റവും കൂടുതൽ ഹാൻഡിൽ ചെയ്യുന്നത്. എന്താണ് സ്പിരിച്വാലിറ്റി എന്ന് ചോദിക്കുമ്പോൾ, എന്തിനാണ് നമ്മൾ ജീവിക്കുന്നത്? ലോകത്തെ എല്ലാ മനുഷ്യരും ജീവിക്കുന്നതിൻ്റെ പിന്നിലൊരു മോട്ടീവ് ഉണ്ടാവും. ആ മോട്ടീവിൽ നിന്നാണ് അവൻ്റെ എല്ലാവിധ ആക്ഷൻസും ഉണ്ടാവുക. എല്ലാ മനുഷ്യരും, അവിടെ ഇന്ന മനുഷ്യനെന്നില്ല, അത് ഒന്ന് പണമാണ്, അല്ലെങ്കിൽ പ്രശസ്തി, അധികാരം, ആസ്വാദനം. ഇതിലേതെങ്കിലും ഒന്നിൽ ഫോക്കസ്ഡ് ആയിരിക്കും എല്ലാ മനുഷ്യരും. നമ്മുടെ ഓരോ മൂമെൻറ്റ്സും ഓരോ പ്രവർത്തികളും ഈ ഒരു ഇൻറ്റൻഷനെ ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കും. ഇതിൻ്റെ ഒരു അടിമത്തത്തിലാണ് മനുഷ്യൻ്റെ, ഒരു ജനറൽ മനുഷ്യൻ്റെ പ്രയാണം. അപ്പോൾ ഇതിൽ നിന്ന് ശാന്തി, സമാധാനം, സംതൃപ്തി, ആനന്ദം, ഇതിൻ്റെ ഒരു അടിമത്തത്തിലേക്കുള്ള യാത്രയാണ്, പ്രയാണമാണ് സ്പിരിച്വാലിറ്റി. ഞാൻ മനസ്സിലാക്കുന്ന സ്പിരിച്വാലിറ്റി. പക്ഷേ നമുക്കിപ്പോൾ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ, ഇപ്പം സാർ പറയുന്ന പോയിൻ്റ്, ഈ പറയുന്ന ആദ്യം പറഞ്ഞ പണം അല്ലെങ്കിൽ പ്രശസ്തി, ഇങ്ങനത്തെ കാര്യങ്ങൾ അച്ചീവ് ചെയ്യുമ്പോഴാണ് ഒരു മനുഷ്യന് ചിലപ്പം ആ സമാധാനവും സന്തോഷവും കിട്ടുന്നത്. അപ്പം പണമില്ലാതെ ഒരു മനുഷ്യന് ജീവിക്കാനും പറ്റത്തില്ല. അപ്പോൾ എങ്ങനെയാണ് ഈ നമുക്കിപ്പോൾ ഒരു നിത്യ ജോലി ചെയ്യുന്ന ആൾ, ഒരു ഓഫീസ് വർക്ക് ചെയ്യുന്ന ആൾ, അല്ലെങ്കിൽ ഒരു തൊഴിലാളിക്ക് എങ്ങനെയാണ് ഇത് അവൻ്റെ ജോലിയിൽ നിന്നുകൊണ്ട് തന്നെ ആ ഒരു ലെവലിലേക്ക് എത്താൻ പറ്റുക? ഇതൊരു സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ടുള്ളൊരു യാത്രയാണ്. ഈ പറയപ്പെടുന്ന സാധനം, രണ്ടാമത് പറയുന്ന ഈ ഒരു അച്ചീവ്മെൻറ്റ്സ് ഉണ്ടല്ലോ, ശാന്തി, ഇതിനൊന്നും തടസ്സമല്ല. കാര്യം ഇത് ബേസിക് നീഡാണ്. ഒരു മനുഷ്യന് ഇതില്ലാതെ കഴിയില്ല, ജീവിക്കാൻ കഴിയില്ല. പണം ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല, പുതിയ കാലത്ത് പ്രത്യേകിച്ച്. പക്ഷേ ഈ പണമാണ് എൻ്റെ ജീവിതത്തിൻ്റെ ബേസിക് ഫിലോസഫി എന്ന് വരുന്നതോടുകൂടെ ഈ പറയപ്പെടുന്ന ശാന്തി, സമാധാനം നഷ്ടമാവുന്നുള്ളതാണ്. ഈ പണം, ഈ പ്രശസ്തി, ഇത് ഇല്ലാതിരുന്നു കഴിഞ്ഞാലും എൻ്റെ സമാധാനം നഷ്ടമാവാത്ത ഒരു മെൻ്റൽ സ്റ്റേറ്റിലേക്ക് എത്തുക എന്നുള്ളതാണ് സ്പിരിച്വാലിറ്റിയിലൂടെ ഒരു മനുഷ്യൻ നേടുന്നത്. പണവും അല്ലെങ്കിൽ പ്രശസ്തി, ഇതൊന്നും വേണ്ടാന്നല്ല, പക്ഷെ അതല്ല എൻ്റെ അടിസ്ഥാനപരമായ മതം. അതെനിക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ളൊരു ടൂള് മാത്രമാണ്. ഇപ്പോൾ ഇതിൻ്റെ ഒരു കോസ്റ്റ്യൂമാണ്, ഇപ്പോൾ ഇതെനിക്ക് ഇഷ്ടമാണ്, പക്ഷേ ഇതില്ലെങ്കിൽ ഞാൻ വേറെ ഇടും. അപ്പോൾ എൻ്റെ അടിസ്ഥാനം ലക്ഷ്യം എന്ന് പറയുന്നത് പണമല്ല. ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ ലക്ഷ്യം, ഫോക്കസിങ് പണത്തിലേക്ക് മാറി. ആ പണത്തിൻ്റെയും പുറകിൽ സാർ നേരത്തെ പറഞ്ഞൊരു സംഭവം, പണത്തിലൂടെയും പ്രശസ്തിയിലൂടെയും അധികാരത്തിലൂടെയും ആസ്വാദനത്തിലൂടെയും ഞാൻ ആഗ്രഹിക്കുന്നത് സമാധാനമാണ്, പീസാണ് എന്നുള്ളതാണ്. അപ്പോൾ അതില്ലാതിരുന്നാലും ഒരു പക്ഷേ ചിലപ്പോൾ, ഇപ്പോൾ പണം അത്യാവശ്യമാണ്, പ്രശസ്തി ഇല്ലെങ്കിലും അധികാരം ഇല്ലെങ്കിലും ആൾക്ക് പീസ് നേടാം. നമ്മൾ പൊതുവെ നോക്കുകയാണെങ്കിൽ സമൂഹത്തിൽ അത്യാവശ്യം കുഴപ്പമില്ലാതെ പോകുന്ന ഒരു മിഡിൽ ക്ലാസ് ഫാമിലി, അല്ലെങ്കിൽ ലോവർ മിഡിൽ ക്ലാസ് ഫാമിലി എടുത്തു, ഇവർക്കാണോ ഈ പറയുന്ന സമൂഹത്തിൽ ഭയങ്കര കോടീശ്വരായി ജീവിക്കുന്ന ഒരാൾക്കാണോ സമാധാനം കൂടുതലുണ്ടെന്ന് ചോദിക്കുമ്പോൾ അവിടെ ഒരു വേർതിരിവ് നമുക്ക് കാണാൻ പറ്റും. അവിടെ ആൾക്കാർക്കും സ്പിരിച്വാലിറ്റി ഏറ്റവും കൂടുതൽ ആവശ്യം വരും ഇവർ രണ്ടുപേരിൽ. അതൊരു മനുഷ്യൻ്റെ പ്രകൃതത്തിനനുസരിച്ചാണ്. രണ്ട് കൂട്ടർക്ക് ആവശ്യമാണ്. ഇതിലൊരു ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി ഇതിൻ്റെ ഒരു ക്രൈറ്റീരിയ അല്ല, മാനദണ്ഡമല്ല. പണമുള്ളവനക്കും പിന്നെ ആവശ്യമാണ്, പണം ഇല്ലാത്തവനും ആവശ്യം. അവൻ്റെ ഒരു തേട്ടമുണ്ട്, ഉള്ളിൽ നിന്നുള്ള ഒരു സീക്കിംഗ് ഉണ്ട്. ആ സീക്കിങ്ങുള്ള ആളുകൾ വളരെ നമ്മൾ ലോ സ്റ്റാൻഡേർഡ് എന്ന് കരുതപ്പെടുന്ന തൊഴിലാളികളായ ആളുകൾ, ഇപ്പോൾ നമ്മുടെ പരിചയത്തിലൊക്കെ ഒരു ഹയർ ലെവലിൽ സ്പിരിച്വലി തോട്ട്സ് ഉള്ള ആളുകളാണ്. പക്ഷേ ഇന്നത്തെ കാലത്ത് എന്താ വെച്ചാൽ ജീവിക്കാൻ ഈ സാധനം നിർബന്ധമായതുകൊണ്ട് നമ്മൾ ഇതിൽ അഭിരമിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ സ്ട്രെസ്സ് വരികയാണ്. ആ സ്ട്രെസ്സിനെ റിലീസ് ചെയ്യിക്കണമെങ്കിൽ സ്പിരിച്വൽ തോട്ട്സും സ്പിരിച്വൽ നോളജും ആവശ്യമാണ്. അത് പണക്കാരനായാലും പണമില്ലാത്തവനായാലും രണ്ടുപേർക്കും ഒരേപോലെ ഉപയോഗപ്പെടുന്ന ടൂളാണെന്നുള്ളതാണ് അതിലേക്ക് പറയുന്നത്. അപ്പം ഈ പറഞ്ഞ പോലെ ഈ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത് ഇപ്പം പറഞ്ഞു ഒരു ശാന്തി, സമാധാനം, സന്തോഷമാണ്. അപ്പം ഇത് അച്ചീവ് ചെയ്യാൻ എന്താണ് ഒരു മനുഷ്യൻ ചെയ്യേണ്ടത്? ഈ പറഞ്ഞ പോലെ നോളേജുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഒരു കോൺസെപ്റ്റ് നമ്മുടെ ഉള്ളിൽ ചേഞ്ച് ചെയ്യപ്പെടേണ്ടതായിട്ടുള്ളൊരു കൺസെപ്റ്റ് ഉണ്ട്. അതായത് ഇതിൻ്റെ ഒരു പ്രൈമറി പാർട്ട് എന്ന് പറയുന്നത് കഴിഞ്ഞാൽ മനുഷ്യനൊക്കെ സെൽഫ് സെൻട്രിക്കാണ്. ഞാനെന്ന് പറയുന്ന ഒരു ചിന്തയിലായിരിക്കും എൻ്റെ സുഖം. ഇപ്പോൾ ഞാനിങ്ങോട്ട് വരുന്ന സമയത്ത് എൻ്റെ യാത്രയുടെ കംഫർട്ട്, ഒരു സെൽഫ് സെൻട്രിക്കായ ഒരവസ്ഥയിൽ നിന്ന് ഒരാൾക്ക് സൊസൈറ്റി സെൻട്രിക്കായ
ഒരു അപരോന്മുഖത്വം എന്നൊക്കെ പറയുന്ന പോലെ മറ്റുള്ള ആളുകളെ കൂടെ പരിഗണിക്കാൻ കഴിയുന്ന ഒരു മനസ്സ് എൻ്റെ ഉള്ളിൽ എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചതിൽ അതിൻ്റെ സ്റ്റാർട്ടിങ് ആയി. നാരായണ ഗുരുവാണ് അതിന് ഏറ്റവും മനോഹരമായിട്ട് ആവിഷ്കരിച്ചിട്ടുള്ളത്. അവനിവൻ എന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിൽ ആദിമമായൊരു ആത്മരൂപം, അല്ലേ, അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന് സുഖത്തിനായി വരണമെന്ന് പറയണം. ആ അപരോന്മുഖത്വം ഇത് എല്ലാവർക്കും പ്രാക്ടീസ് ചെയ്യാം. ഒരു തൊഴിലാളിയാണെങ്കിൽ ഇപ്പോൾ 2 ദിവസം മുമ്പ് കണ്ടൊരു വീഡിയോ, ഒരു മനുഷ്യൻ വാടാനക്കുറിശ്ശിയിൽ അവിടെ സ്കൂൾ കുട്ടികൾ ബസ്സില്ലാതെ പ്രയാസപ്പെടുന്ന സമയത്ത് ആ കുട്ടികൾ മുഴുവൻ ഓട്ടോറിക്ഷയിൽ കയറ്റിയിട്ട് ഇയാൾ കണ്ടോ വീഡിയോ, ക്യാഷ് കൊടുത്തിട്ട് അയാൾക്ക് എന്ത് നോളജാണ്, അയാൾക്ക് എന്ത് പണമുള്ളത്, പക്ഷേ അയാൾ സ്പിരിച്വാലിറ്റി എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് സ്പിരിച്വാലിറ്റി. സ്പിരിച്വാലിറ്റിക്ക് നമുക്ക് ഒരു ആൾ വേണമെന്നില്ലല്ലോ. ഇപ്പം നമ്മൾ ഏത് കാര്യങ്ങൾ എടുത്തു നോക്കിയാലും ആ ഒരു ഫേസ് ഉണ്ടായിരിക്കും. ഇപ്പം ഒരു എല്ലാത്തിനും ഒരു മുഖമുണ്ടല്ലോ, ആ മുഖത്തെ നോക്കിയാണല്ലോ നമ്മൾ അത് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുന്നതൊക്കെ. അപ്പോൾ ഒരു സ്പിരിച്വാലിറ്റിയിലേക്ക് വരുന്ന ഒരാൾക്ക് അങ്ങനെ ഒരു ഫേസിൻ്റെ ആവശ്യമുണ്ടോ? ഗൈഡൻസ് നമ്മളെ കുറച്ചും കൂടി ഈസിയാക്കും, നമ്മുടെ റൂട്ട്, നമ്മുടെ യാത്ര കുറച്ചും കൂടി ഈസിയാക്കും. നല്ലൊരു കുക്കാവണമെങ്കിൽ, നല്ലൊരു സദ്യ വെക്കണമെങ്കിലും, നല്ലൊരു ബിരിയാണി വെക്കണമെങ്കിലും നല്ലൊരു കുക്കിൻ്റെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ വളരെ ഈസി ആയിരിക്കും. മറ്റത് ഒരുപാട് അബദ്ധങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ പറഞ്ഞതുപോലെ ഈ പണ്ട് കാലങ്ങളിൽ ഇന്ത്യയുടെ സംസ്കാരം അനുസരിച്ച് പ്രകൃതിയെ ആരാധിച്ചിരുന്നു. അതിനുശേഷം ആരാധന എന്ന് പറയുന്നത് അവർക്ക് പറ്റാത്ത ഒരു കാര്യം, അല്ലെങ്കിൽ അവർക്ക് ഒരു സങ്കടം വരുമ്പോൾ ഒരു ഹെൽപ്പ് അല്ലെങ്കിൽ ഒരു റിലീഫിന് വേണ്ടി വരുന്നത്. അപ്പം ഇപ്പോൾ ഒരു ലേറ്റ് ഒരു 2020s ശേഷമായിരിക്കും ഈ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞൊരു ഒരു കണ്ടന്റ് തന്നെ നമ്മുടെ ഇതിലേക്ക് വരുന്നത് തന്നെ. അപ്പം ഇതിൻ്റെ ഇപ്പോൾ നമ്മുടെ ഉള്ളിൽ ദൈവം നമ്മൾ തന്നെയാണ് എന്ന് പറയുന്നത് പോലെ തന്നെ ആണോ സ്പിരിച്വാലിറ്റി? അല്ല ഇത് സ്പിരിച്വാലിറ്റി അതിലും മേലൊരു സയൻസ് അല്ലെങ്കിൽ അതിൽ മേലെ ഉണ്ടോ? അത് നമ്മളിപ്പോൾ പറഞ്ഞത് ഫസ്റ്റ് സ്റ്റേജാണ്. ഈ റിച്വൽസ് എന്ന് പറയുന്നത് ഫസ്റ്റ് പാർട്ടാണ്. റിച്വൽസ് വേണ്ട എന്നൊരിക്കലും പറയാൻ കഴിയില്ല. കാരണം ഈ റിച്വൽസാണ് നമ്മളുടെ മനസ്സിന് ശാന്തി തരുന്നത്. അഥവാ മനസ്സിനെ മറ്റുള്ള തോട്ട്സുകളിൽ നിന്ന്, അൺവാണ്ടഡായ തോട്ട്സിൽ നിന്ന് മാറ്റി ഒരു പീസായിട്ടുള്ളൊരു മെൻ്റൽ സ്റ്റേറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് റിച്വൽസാണ്. അതിന് ഹെൽപ്പ്. പക്ഷേ മനുഷ്യരെന്താ ചെയ്യുക വെച്ചാൽ ഈ റിച്വൽസ് തന്നെ കുടുങ്ങി നിൽക്കുകയാണ്. ഇതിൻ്റെ ഉദ്ദേശം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രകാശനം സൊസൈറ്റിയിലേക്ക് വ്യാപിക്കണം. അപ്പോൾ ഫസ്റ്റ് പാർട്ട് സെൽഫ് സെൻട്രിക് ആയിട്ടുള്ള റിച്വൽസ് ആണെങ്കിൽ അതിൻ്റെ സെക്കൻഡ് പ്രയാണം എന്ന് പറയുന്നത് അതിൻ്റെ സെക്കൻഡ് സ്റ്റേജ് സൊസൈറ്റിയാണ്. ജനങ്ങളിലേക്ക് അതിൻ്റെ ഒരു പ്രകാശനം എത്ര എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ലീഡേഴ്സിനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സംഗതി കൃത്യമായിട്ട് ഗീതാഞ്ജലിയിൽ പറയുന്നുണ്ട് രവീന്ദ്രനാഥ ടാഗോർ. ഭജനം പൂജനം ആരാധനയും സാധനയും ഹേ നിർത്തുക സാധോ നിങ്ങൾ പറഞ്ഞ സാധനമാണ്. നിജദേവാലയ മൂലയിൽ എന്തിനിരിക്കുന്നു നീ രുദ്ധകവാടം, നിഭൃതമിരുട്ടിൽ നിഗൂഢമിരുന്നു നീ ധ്യാനിക്കും ദൈവതമെവിടെ, നിലകൊള്ളുവീല നിമീല തലോചനം ഒന്ന് തുറക്കൂ നന്നായി നോക്കൂ. അത് റിച്വൽസിൻ്റെ ഒരു പാർട്ടാണ്. അത് വേണ്ട എന്നല്ല, അതിൽ മാത്രം അഭിരമിച്ചുകൊണ്ടിരിക്കുന്ന പഴയ ഒരു സൊസൈറ്റി എന്ന് പറയുന്ന ഒരു ചിന്തയിലേക്ക് കൊണ്ടുവരികയാണ്. എരിവയിലെത്ത് എന്താണ് കരിനീല മുഴുവൻ കർഷകരോടും വർഷം മുഴുവൻ വഴി നന്നാക്കാൻ പെരിയ കരിങ്കൽ പാറ നുറുക്കിയൊരുക്കും പണിയാളോരോടും ചേർന്നമരുന്നു ദൈവം എവിടെയാണ് നിലകൊള്ളുന്നത് എന്ന് പറയുന്നത് സെക്കൻഡ് പാർട്ടിലാണ്. മനുഷ്യരിലേക്ക്, തൻ്റെ തൊഴിലിൽ സജീവമാകുന്നതോടുകൂടെ തൻ്റെ കുടുംബം എന്ന് പറയുന്ന അവിടേക്ക് എൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ വരുന്നു. അതിനപ്പുറം സൊസൈറ്റി എന്ന് പറയുന്ന തലത്തിലേക്ക് പോകുന്നു. ഇപ്പോൾ ഈ മഹാപുരുഷന്മാരൊക്കെ എടുക്കാം, പ്രൊഫറ്റ് എടുക്കുകയാണെങ്കിൽ പ്രൊഫറ്റിൻ്റെ ലൈഫ് ജനിക്കുന്ന സമയത്ത് തന്നെ മുഹമ്മദ് നബി അദ്ദേഹത്തിന് ജനിക്കുമ്പോൾ ആരില്ല, മാതാവില്ല, പിതാവില്ല. ഒരു 6ാമത്തെ വയസ്സെത്തുമ്പോൾ മാതാവ് മരണപ്പെടുന്നു. പൂർണ്ണമായ അനാഥത്വം. പിന്നീട് സംരക്ഷിക്കുന്നവർ പോകുന്നു. ഇങ്ങനെ ഒരു ഒറ്റപ്പെടലിൻ്റെ ഒരു അവസ്ഥയിലൂടെയാണ് പോകുന്നത്. ഇതുകൊണ്ടുള്ളൊരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ പിന്നിലൊരു സീക്രട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ മാതാപിതാവ് എന്നുള്ളതിനപ്പുറം ലോകത്തിലേക്ക്, സമൂഹത്തിലേക്ക് ആ മനസ്സെത്താണ്. എല്ലാവരുടെയും മാതാവും പിതാവുമായിട്ട് മാറുകയാണ്. മക്കൾ മുഴുവനും ഭൂരിപക്ഷവും മരണപ്പെടുകയാണ് പ്രൊഫറ്റിൻ്റെ. അതിലൂടെ എന്താ സംഭവിക്കുന്നത്? സമൂഹം എന്ന് പറയുന്ന, ലോകമേ തറവാട് എന്ന് പറയുന്ന, എൻ്റെ കുടുംബം എന്നുള്ള കൺസെപ്റ്റിൽ നിന്ന് സമൂഹം എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇത് ഈ സ്റ്റേജ് ബൈ സ്റ്റേജ് അല്ലാത്ത യാത്രയിലാണ് ഈ പ്രശ്നം വരുന്നത്. റിച്വൽസ്, അത് കഴിഞ്ഞിട്ട് സൊസൈറ്റി, അത് കഴിഞ്ഞിട്ടാണ് ദൈവികത, അത് കഴിഞ്ഞിട്ടാണ് ദൈവം. ഈ 1ാം ക്ലാസ് 2ാം ക്ലാസ് 3ാം ക്ലാസ് 4ാം ക്ലാസ് മാറിക്കഴിഞ്ഞാൽ പ്രശ്നം വരും. സ്പിരിച്വാലിറ്റി വിമർശിക്കപ്പെടുന്നത് അതുകൊണ്ടാണ്. 3ാമത്തെ പാർട്ടാണ് ദൈവികത എന്നുള്ളത്, 4ാമത്തെ പാർട്ടാണ് ദൈവം എന്നുള്ളത്. ഓക്കെ. ഇപ്പോൾ നമ്മുടെ എല്ലാ കുട്ടികളും മുതൽ ഏറ്റവും മുതിർന്ന ആൾക്കാർ വരെയും സ്പിരിച്വാലിറ്റി പ്രാക്ടീസ് ചെയ്യാൻ അങ്ങനെ ഒരു ഏജ് ഒന്നും ഒരു പ്രശ്നമല്ല.
ശരിക്കും ലൈക്ക് എവിടെയാണ് അത് തുടങ്ങുക? ആരാണെങ്കിലും ഏത് പ്രായത്തിലാണെങ്കിലും അത് എവിടെയായിരിക്കും അതിൻ്റെ തുടക്കം? എങ്ങനെയായിരിക്കും അത് എങ്ങനെ നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്? പ്രാക്ടീസ് ചെയ്യേണ്ടത്. അതുപോലെ നമ്മൾ സ്പിരിച്വലി നമുക്ക് സ്പിരിച്വാലിറ്റി ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് സ്പിരിച്വലി ആകണം എന്നുള്ളത് തിരിച്ചറിയുന്നതും അത് എങ്ങനെ നമ്മളത് മനസ്സിലാക്കണം എന്നും കൂടെ ഉണ്ടല്ലോ. പ്രാക്ടീസിങ് തലത്തിലേക്ക് അങ്ങനെ കൊണ്ടുവരണം എന്നുള്ളതാണല്ലോ അല്ലേ ഉദ്ദേശിക്കുന്നത്? അതെ അതെ. അതായത് നമ്മൾ ഓരോ മനുഷ്യനും ഞാൻ എന്നെക്കുറിച്ചൊരു IR ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളെല്ലാവരും നിങ്ങളെക്കുറിച്ച് സിദ്ധാർത്ഥാണെങ്കിൽ നിങ്ങളെക്കുറിച്ചൊരു ഇമേജ് നിങ്ങൾക്കുണ്ട്. ഒരു ഇമേജ് ഉണ്ടാവും. ഞാൻ ആര്, ഹു ആം ഐ എന്നുള്ളൊരു ഒരു ഇമേജ് നമുക്കുണ്ട്. അത് എൻ്റെ അറിവ്, എൻ്റെ പണം, എൻ്റെ സ്കില്ല്, എൻ്റെ അച്ചീവ്മെൻറ്റ്സ്, ഈ കാര്യങ്ങളാൽ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൊരു ഇമേജാണ്. ഈ ഇമേജിനനുസരിച്ച് മറ്റുള്ളവർ നമ്മളോട് പെരുമാറിയാൽ നമ്മൾ ഹാപ്പിയായി. ഇല്ലെങ്കിൽ അവിടെ ക്ലാഷ് തുടങ്ങി. ഇവിടെയാണ് ആത്മസംഘർഷം, ഇവിടെയാണ് ഐഡൻറ്റിറ്റി ക്രൈസിസ് വരുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ജീവിക്കുമ്പോൾ നമുക്ക് മൂന്നാമത്തെ നമ്മളെക്കുറിച്ചൊരു ഇമേജ് ഉണ്ട്. ഈ ഇമേജിനനുസരിച്ചായിരിക്കണം എന്നില്ല ആളുകൾ നമ്മോട് പെരുമാറുന്നത്. അപ്പോൾ നമ്മൾ ഓരോ സദസ്സിലും പോകുമ്പോൾ സൈക്കോളജിക്കലി പറയുകയാണെങ്കിൽ ഞാൻ ഇവിടെ വരുന്ന സമയത്ത് നിങ്ങൾ എന്നെ എങ്ങനെ കാണുന്നു അതിനനുസരിച്ചാണ് എൻ്റെ പെർഫോമൻസ് ഉള്ളത്. നിങ്ങൾ എനിക്ക് തരുന്ന ആ ഒരു കൺസിഡറേഷൻ, അല്ലെങ്കിൽ എനിക്ക് തരുന്ന ഒരു അംഗീകാരം, അല്ലെങ്കിൽ നിങ്ങൾ ആക്സെപ്റ്റൻസി, ഇതിനനുസരിച്ചാണ് എൻ്റെ പെർഫോമൻസ് ഉണ്ടാവുക, എൻ്റെ കോൺഫിഡൻസ് ഉണ്ടാവുക, എല്ലാം. അപ്പോൾ ഒരു വ്യക്തി ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും ജനങ്ങളെ ഇയാൾ എന്ത് ചെയ്യുന്നുണ്ട്? ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ഇല്ലേ? ആളുകൾ എൻ്റെ കുടുംബത്തിൽ എനിക്ക് അംഗീകാരം ഉണ്ടോ? എൻ്റെ സമൂഹത്തിൽ, എൻ്റെ സംഘടനയിൽ, എൻ്റെ പൊളിറ്റിക്സിൽ, എൻ്റെ സ്ഥാപനത്തിൽ എനിക്ക് അംഗീകാരം ഉണ്ടോ? ഇല്ലേ? അപ്പോൾ ഞാനാകെ തകർന്നു പോയി, ഞാൻ നിരാശയായില്ലേ അല്ലേ? അപ്പോൾ ഇതിൽ നിന്ന്, ഈ ഒരു ജനം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിൽ നിന്ന് ഇതിനപ്പുറം ദൈവികത എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്കും ദൈവം എന്ന് പറയുന്ന ഈ മനുഷ്യരിലൊക്കെ കുടികൊള്ളുന്ന ഒരു ചൈതന്യത്തെയാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പ്രാക്ടീസ് ചെയ്ത് ജനങ്ങൾ എന്ന് പറയുന്ന കൺസേൺ എൻ്റെ ഉള്ളിൽ നിന്ന് മെല്ലെ 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 അടർത്തി മാറ്റണം. ജനങ്ങൾ എന്നെ പരിഗണിക്കട്ടെ പരിഗണിക്കാതിരിക്കട്ടെ, എനിക്കൊരു എയിമുണ്ട്. ഞാൻ പരിഗണിക്കുന്നത് സിദ്ധാർത്ഥനെയല്ല, അല്ലെങ്കിൽ സാറെയല്ല, സാറിലുള്ള ദൈവികതയാണ് ഞാൻ പരിഗണിക്കുന്നത്. അപ്പോൾ സാറെന്ന് പറയുന്ന ഒരു ക്രിയേറ്റഡ് ആയിട്ടുള്ളൊരു ഇമേജിനെ ഞാൻ മാറ്റി നിർത്തിയിട്ട് സാറിലുള്ള ദൈവികത അത് എന്നിലുള്ളതാണ്. ദൈവികത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അലിവ്, ഒരു നന്മയുടെ അല്ലേ, ഒരു കുട്ടി, ചെറിയൊരു കുട്ടിയെ കാണുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ ഉണരുന്ന ഒരു ഉറവയുണ്ടല്ലോ, അതാണ് ദൈവികത. അപ്പോൾ ആ ദൈവികതയെ നമ്മൾ ആരാധിക്കുക എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ പറയുമല്ലോ, ഒരു തലത്തിലെത്തിക്കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ഈ ദേഷ്യമോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഗ്രീഡോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ സ്പിരിച്വലി സെറ്റാകുന്ന ഒരാൾക്ക് അങ്ങനത്തെ ഒരു മോഡിലേക്ക് എത്താൻ സാധിക്കും. ഇമോഷൻ എന്ന് പറയുന്നത് സൈക്കോളജി കൈകാര്യം ചെയ്യുന്ന ഒരു ഏരിയയാണ് ഇമോഷൻ എന്നുള്ളത്. മനുഷ്യന് ഇമോഷൻ ഉണ്ടാവും. ഞാനിപ്പോൾ പറയാണ്, എനിക്ക് യാതൊരു ടെൻഷനും ഇല്ല, എനിക്ക് യാതൊരു ദുഃഖമില്ല, ഞാൻ ഹൈലി സ്പിരിച്വലി അലൈൻഡ് ആയിട്ടുള്ള ഒരാളെന്ന് പറഞ്ഞാൽ ഭയങ്കര ശുദ്ധമായ തട്ടിപ്പാണത്. ഒരു മനുഷ്യന് ഇമോഷൻ, ഹ്യൂമൻ ബീയിങ് എന്ന് പറഞ്ഞാൽ തന്നെ ഇമോഷണൽ ബീയിങ് ആണ്. പക്ഷെ പൊതുവെ പറയപ്പെടുന്നത് അങ്ങനെയാണ്, കറക്റ്റാണ്. പക്ഷെ അതിലൂടെ കടന്നു പോകണം. ആ ഇമോഷനിലൂടെ കടന്നു പോയി കഴിഞ്ഞാൽ ഒരാൾക്ക് ഒരളവ് വരെ, അതിൻ്റെ പെർസെൻറ്റേജ് എത്ര നമുക്കറിയില്ല, നമുക്ക് ഇമോഷനെ മാനേജ് ചെയ്യാൻ കഴിയും. അഥവാ എനിക്ക് ദുഃഖം വരുന്ന സമയത്ത്, ഞാൻ ഇൻസൾട്ട് ചെയ്യപ്പെടുന്ന സമയത്ത്, എനിക്ക് അംഗീകാരമില്ലാത്ത സമയത്ത്, എനിക്കൊരു നഷ്ടമോ വിഷമോ വരുന്ന സമയത്ത് ഞാൻ ഈ ഇമോഷനെ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യണം. ദാറ്റ് ഈസ് എ ഗസ്റ്റ് ഫ്രം ഗോഡ്. എനിക്ക് ഇന്നൊരു ഇവൻറ്റിൽ, ഒരു സംഭവത്തിൽ എനിക്കൊരു നഷ്ടം ഉണ്ടായി, പോസിറ്റീവ് നെഗറ്റീവ് രണ്ട് അവസ്ഥകൾ മനുഷ്യ ജീവിതത്തിലുണ്ടാകും. ആ ഒരു സമയത്ത് നമ്മൾ എന്ത് ചെയ്യാണ്? ദുഃഖിച്ച് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല, ആ സംഭവത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത്. ഒരു ഇവൻറ്റിനെ കുറിച്ച്, ആ ഇവൻറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൊരു ഇമോഷൻ എനിക്കുണ്ട്, ആ ഇമോഷൻ ഞാൻ ഒബ്സർവ് ചെയ്യണം. എന്താണ് എന്നിൽ സംഭവിക്കുന്നത്? എത്രത്തോളം എനിക്ക് ദേഷ്യമുണ്ട്? ഇത് തന്നെയാണ് മൈൻഡ്ഫുൾനെസ്സും. എനിക്ക് എത്രത്തോളം സങ്കടം വന്നു? ഇങ്ങനെ പരിശീലിച്ച് ഒരു പ്രാക്ടീസിലൂടെയാണ് ഇതെന്ത് ചെയ്യുക? ആർജിച്ചെടുക്കുക. അതൊരു സ്കില്ല് തന്നെയാണ്. ഇപ്പോൾ നിങ്ങൾ ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നു, സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ സംസാരിച്ച സമയത്ത്, സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് ചെയ്യുന്ന സമയത്തുള്ള പെർഫോമൻസ് ആയിരിക്കുമല്ലോ ഇപ്പോൾ. കുറേ ഇരുത്തം വന്നു, അത് എവിടെയാണെന്ന് ചോദിച്ചാൽ കാണിക്കാൻ കഴിയില്ല. ഒരാളുടെ ഡ്രൈവിംഗ് സ്കില്ല് കാണിക്കാൻ കഴിയില്ല. വളരെ സിമ്പിളില്ല. ഡ്രൈവിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാരിങ് പിടിക്കുക, ക്ലച്ച്, ആക്സിലേറ്റർ, ഇത്രയേ ഉള്ളൂ. പക്ഷേ ഒരാൾ 4 മാസം 5 മാസം എടുക്കേണ്ടി വരുന്നുണ്ട് ഡ്രൈവിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊരു സ്കില്ലാണ്. എന്ന പോലെ ഇമോഷണലി ഉള്ള ഒരു പ്രാക്ടീസിലൂടെ ആർജിച്ചെടുക്കുന്ന ഒരു സ്കില്ലാണ് ഈ അവബോധം. ഈ സ്പിരിച്വാലിറ്റി ശരിക്കും ഡീൽ ചെയ്യുന്ന കോൺഷ്യസ്നെസ്സിനെയാണ്. ഇമോഷനപ്പുറം കോൺഷ്യസ്നെസ്. പക്ഷേ ഈ ഞാനെന്ന് പറയുന്ന കോൺഷ്യസ്നെസ്സിൽ ഒരാൾക്ക് എത്തണമെങ്കിൽ ഈ ഇമോഷൻ കടന്നുപോയേ മതിയാവും. അപ്പോൾ നമ്മളിപ്പോൾ ആനുകാലികമായൊരു സംഭവം, നിമിഷപ്രിയയുടെ സംഭവം എടുക്കുകയാണെങ്കിൽ, അവരുടെ കുടുംബം ഈ ഇരയാക്കപ്പെട്ട തലാൽ എന്ന് പറയുന്ന അവരുടെ കുടുംബത്തിന്
ലോജിക്കലി ചിന്തിക്കുമ്പോൾ, നീതിയുടെ പക്ഷത്തു നിന്ന് ചിന്തിക്കുമ്പോൾ, ഒരു ബുദ്ധി കൊണ്ട് ചിന്തിക്കുമ്പോൾ നിമിഷപ്രിയ കൊല്ലപ്പെടേണ്ടവരാണ്, തൂക്കിക്കൊല്ലണം എന്നാണ് ചിന്തിക്കുക. അതൊരു ശരാശരി മനുഷ്യൻ്റെ ബോധമാണ്. അതിൽ തെറ്റില്ല. എൻ്റെ കുടുംബത്തിൽ കൊല്ലപ്പെട്ട ഒരാൾക്ക് നീതി കിട്ടണം. പക്ഷേ അതിനുമപ്പുറം ഒരാൾക്ക് സ്പിരിച്വലി ഈ പറഞ്ഞ ഒരവസ്ഥയിലെത്തുകയാണെങ്കിൽ ഒരു മാപ്പ് എന്ന് പറയുന്ന, ഫോർഗീവ്നെസ് എന്ന് പറയുന്ന, വിട്ടുകൊടുക്കുക എന്ന് പറയുന്ന ഒരു തലത്തിലേക്ക് ഒരാൾക്ക് എത്താൻ കഴിയും. അങ്ങനെ എത്രയോ സംഭവിക്കുന്നുണ്ടല്ലോ. സ്വന്തം മകനെ കൊന്ന ആൾക്കൊരു മാപ്പ് കൊടുക്കുന്നു. അതൊരു പ്രവാചകീയമായ അല്ലെങ്കിൽ ഒരു ദിവ്യത്വമുള്ളൊരു അവസ്ഥയാണ്. അങ്ങനെ ഒരു സ്റ്റേജ് ഉണ്ട് എന്തായാലും. പക്ഷെ അത് ഇമോഷൻ കടന്നു പോയാൽ മതിയാവും. പക്ഷേ നമ്മളിപ്പോൾ പറയുമ്പോഴും ഈ ലോജിക്കലി അങ്ങനൊരു ഒരു 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 പോസിബിലിറ്റി പറയാൻ പറ്റുമോ? എല്ലാവരും ഇപ്പം നമ്മൾ പറയും എല്ലാവരും സ്പിരിച്വലി അവേക്കൺഡ് ആണെങ്കിൽ നന്നാണ്, ശരിയാണ്, നല്ലതാണ്. ആ അത്രയും മനോഹരമായിട്ടൊരു ഒരു ഒരു ലോകം വേറെ ഉണ്ടാവില്ല. പക്ഷെ അത് പോസിബിൾ ആണ്. പോസിബിൾ ആകുന്നത് മതങ്ങൾ അവിടെ ഇടപെടണം. മതങ്ങൾ ഇടപെട്ട് കഴിഞ്ഞാൽ മതങ്ങൾ അതിൻ്റെ ടെക്നിക്കാലിറ്റിയിൽ നിന്നും അതിൻ്റെ റിച്വൽസിൻ്റെ ആ ഒരു എന്താ പറയുക തീവ്രതയിൽ നിന്നും മാറിയിട്ട് ഇതെന്തിനാണ്, ഇതിൻ്റെ എയിം എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് ഓരോ മതങ്ങളും അതിലുള്ള സ്പിരിച്വാലിറ്റിയെ ഉണർത്തിക്കൊണ്ടുവരികയാണെങ്കിൽ ഈ പറഞ്ഞ സുന്ദരമായൊരു തറവാട് ഇവിടെ ഉണ്ടാവും. ഈ കാലഘട്ടത്തിൽ ഈ സ്പിരിച്വാലിറ്റിക്കുള്ള റെലവൻസ് ശരിക്കും എന്താണ്? അതെ, യെസ്, വളരെ നല്ലൊരു ചിന്തയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പിന്നെ പുതിയ കാലഘട്ടം, സ്പിരിച്വാലിറ്റി എന്നാൽ ദ റിലീജിയൻ ഓഫ് ദ വേൾഡാണ്. പുതിയ ലോകത്തിൻ്റെ മതമായി മാറാൻ സ്പിരിച്വാലിറ്റി പോകുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അഥവാ ഇൻ്റലക്ച്വലിസം അതിൻ്റെ പാരമ്യതയിലാണ്. കാരണം എല്ലാവരും ബുദ്ധിപരമായിട്ട് ചിന്തിക്കുന്നത്. ഈ ഒരു സ്ഥാപനം നടക്കണമെങ്കിൽ നല്ല ബുദ്ധി വർക്ക് ചെയ്യണം അല്ലേ, നല്ല എഫേർട്ട്, നല്ല സ്കിൽ, ഇതൊക്കെ ഇൻ്റലക്ച്വൽ കപ്പാസിറ്റിയാണ്. അതുപോലെ ടെക്നോളജി അതിൻ്റെ ഏറ്റവും സൂപ്പറായിട്ടുള്ള വേർഷനിലേക്ക് എത്തുകയാണ്. AI ലോകത്തേക്ക് എത്തുകയാണ്. ഭാവനയിൽ പോലും AI ഇടപെടുകയാണ്. ONV ഒരു കവിത തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ AI തരും. ആണ് നുണ പറഞ്ഞ് ഉണ്ടാക്കി തരും. ONV കവിതയില്ലാത്തൊരു സാധനം പറ്റിച്ചിട്ടുണ്ട്. അപ്പോൾ പക്ഷേ പകരം വെക്കാനില്ലാത്ത, AI പോലും പകരം വെക്കാനില്ലാത്തൊരു സാധനമാണ് സ്പിരിച്വാലിറ്റി. പുതിയ കമ്പനികളുടെ CEOമാരൊക്കെ അവരൊക്കെ ലാസ്റ്റ് ചെന്നെത്തുന്ന സ്പിരിച്വാലിറ്റിയിലാണ്. പല കളികളും കളിച്ച് അവസാനം ടെലഗ്രാമിൻ്റെ CEO സ്പിരിച്വലി ഭയങ്കരമായിട്ട് അവേക്കൻഡ് ആയിട്ടുള്ള ഫോട്ടോസ്. അത് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞൊരു വിഷയമാണ്. അവർക്ക് എല്ലാം കിട്ടി. നേരത്തെ പറഞ്ഞ 4 കൺസേണുകളുണ്ടല്ലോ, പണം ആയി, പ്രശസ്തിയായി, അധികാരമായി, ആസ്വാദനമായി. ഫിലിം സ്റ്റാറുകളുടെ അവസ്ഥയും മറ്റൊന്നല്ല. ഇല്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണമാണ്, പ്രശസ്തിയാണ്, അധികാരമാണ്, ആസ്വാദനം. ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഡെസ്റ്റിനേഷൻ സിൻഡ്രോം. അതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇനി എന്ത് ശൂന്യതയാണ്. അവിടെ 2 സ്റ്റേറ്റിലേക്ക് പോകാം. ഒന്ന് ഡിപ്രഷനിലേക്ക് പോകാം, സൂയിസൈഡിലേക്ക് പോകാം, അല്ലെങ്കിൽ ഇതിനപ്പുറം എന്തോ ഉണ്ട് എന്നുള്ളൊരു തേട്ടത്തിലേക്ക് പോകാം എന്നുള്ളതാണ്. അപ്പോൾ പുതിയ കാലത്ത് ഇത് വളരെ റെലവൻ്റ് ആവുകയാണ്. AIക്ക് പകരം വെക്കാനില്ലാത്ത ഒരു സംഗതിയാണ്. പ്രത്യേകിച്ച് മനുഷ്യന് 80കളുടെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കേരളത്തിലൊക്കെ ഭയങ്കര ദാരിദ്ര്യമാണ്. അന്നത്തെ സന്തോഷം എന്ന് പറഞ്ഞാൽ പണം ഉണ്ടാവില്ലാണ് അന്നത്തെ സന്തോഷം. പക്ഷേ ഇന്നത്തെ സന്തോഷം അതല്ല. ഇന്ന് എല്ലാവരുടെ അടുത്തും പണമാണ്. ആർക്ക് വേണമെങ്കിലും കാറ് വാങ്ങാം, നല്ല സൗകര്യമുള്ള, പ്രശസ്തി ഉണ്ടാക്കാനുള്ള പൈസ ഉണ്ട്, ഗൾഫ് പണമുണ്ട്. അപ്പോൾ ഇതൊക്കെ സെറ്റായി, ഇനി എന്ത് എന്ന ചോദ്യത്തിലാണ് അവിടെ സ്പിരിച്വാലിറ്റി ഒരു ഉത്തരമായിട്ട് നിലകൊള്ളുന്നത്. ഈ ഒരു സ്പിരിച്വലി സെറ്റാകുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യന് എന്തായിരിക്കും ഏറ്റവും കൂടുതൽ ലഭിക്കുക? അതായത് നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം സമാധാനം ഉണ്ടെന്ന് വെച്ചാൽ എല്ലാവർക്കും സമാധാനമുണ്ട്, ഉറങ്ങാൻ പറ്റുന്നവരുണ്ടെന്ന് വെച്ചാൽ ഉറങ്ങാൻ പറ്റുന്നില്ല, സന്തോഷം ഉണ്ടെന്ന് വെച്ചാൽ സന്തോഷമുണ്ട്. പക്ഷേ ഈ സ്പിരിച്വലി സെറ്റാകുന്ന ഒരാൾ, അവന് നല്ല സ്പിരിച്വാലിറ്റി ഉണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഒരാൾക്ക് അവൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയായിരിക്കും സാധിക്കും? അവൻ്റെ ഇൻറ്റേർണലി എന്താണ് സംഭവിക്കുന്നത്? ഇൻറ്റേർണലിയും ഫിസിക്കലി എക്സ്റ്റേണലി ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ ബിഹേവിയർ വളരെ പോസിറ്റീവ് ആയിരിക്കും. ഇപ്പോൾ നിങ്ങളൊരു സ്പിരിച്വലായ വ്യക്തിയാണെങ്കിൽ നിങ്ങളോട് ഒരാൾ കലഹിക്കാൻ വന്നു, പ്രശ്നത്തിന് വന്നു, ഒരു ബിസിനസ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങൾ ചതിച്ചു, നിങ്ങൾ എന്ത് ചെയ്യും? അവിടെ ഡീൽ. അപ്പോൾ ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ കേസ് കൊടുക്കില്ല എന്നോ, നമ്മളൊരു അയ്യോ പാവമായിട്ട് എന്നെ എന്തും ചെയ്തോളൂ, അങ്ങനെയാണ് ആളുകൾ മനസ്സിലാക്കുക. സ്പിരിച്വലായി കഴിഞ്ഞാൽ എല്ലാവരും നമ്മുടെ മേത്ത് കയറൂലേ, മാപ്പ് കൊടുക്കുന്നത്, അത് ബുദ്ധിയുടെ ചിന്തയാണ്. ഇങ്ങനെ ഇത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി നമ്മുടെ തോട്ട്സിനൊക്കെ കുറച്ചുകൂടെ ക്ലാരിറ്റി വരും. അവിടെ ഒരു പക്ഷേ കേസ് കൊടുക്കും, അദ്ദേഹത്തിനെതിരെ ആക്ഷൻസ്. ഇത് ഭൗതിക ജീവിതമാണ് അല്ലേ, ഇവിടെ ഡീലിങ്സ് ഉണ്ട്. ഇവിടെ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, ചെയ്യേണ്ട പ്രവർത്തികളൊക്കെ ചെയ്യും. പക്ഷേ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ അദ്ദേഹത്തോടൊരു കഠിനമായ വെറുപ്പുണ്ടാവില്ല. അതൊരു ഫാക്റ്റായിട്ടും ഒരു സംഭവമായിട്ട് എടുത്ത് അതിനെ ഡീൽ ചെയ്യാമെന്നല്ലാതെ എന്നും അത് ആലോചിച്ച് ആദ്യം ടെൻഷൻ അടിച്ച് അയാളെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം, ഈ ചിന്ത നമ്മൾ നശിപ്പിക്കുക.
ഉള്ളിൽ നിന്ന് എന്ത് ചെയ്യും സാധനം പോകും, പക്ഷെ പുറത്ത് നിങ്ങൾ സൂപ്പറായിട്ട് ആക്ട് ചെയ്യും. മനസ്സിലേക്ക് എടുക്കാൻ അയാൾക്ക് കഴിയില്ല. എൻ്റെ ലൈഫിൽ തന്നെ എനിക്കൊരു ലക്ഷങ്ങൾ തരാനുള്ളൊരു വ്യക്തി നമ്മളൊരു നോളജുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നമുക്ക് ചീറ്റ് ചെയ്തതായിട്ട് തോന്നി. ഞാൻ പോയിട്ട് ദേഷ്യപ്പെട്ടു, നന്നായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥലത്ത് പോയിട്ട് നന്നായി ചൂടായി ദേഷ്യപ്പെട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തോട് നമ്മൾ ആലോചിച്ചിട്ട് പോലും നമ്മൾ തെറാപ്പികളൊക്കെ ചെയ്യുന്ന സമയത്ത് ഒരു വെറുപ്പ് തോന്നുന്നില്ല, ആക്ഷൻസ് എടുക്കാൻ തോന്നുന്നു, പക്ഷെ വെറുപ്പില്ല അദ്ദേഹത്തോട്. ഒരു ഇൻസിഡന്റിനെ ഡീൽ ചെയ്തു എന്നുള്ളതിനപ്പുറം ആ വ്യക്തി അതിന്റെ ആക്ഷൻസ് എന്താണോ അത് എടുത്തു, പക്ഷെ നമ്മൾ മനസ്സിലേക്ക് എടുക്കുന്നില്ല. അപ്പം അത് ഈ പറഞ്ഞ പോലെ അതൊരു ഒരു ഭയങ്കര വലിയൊരു സൂപ്പർ പവർ പോലെ തന്നെയാണ്. സൂപ്പർ പവർ പോലെ തന്നെയാണ്. അപ്പം അത് നമുക്ക് ഈ പറഞ്ഞ പോലെ മനുഷ്യന്മാർക്ക് അത് സാധിക്കുമെന്നാണ്. അത് ഞങ്ങൾ വീണ്ടും വീണ്ടും വരുന്നത് ആ ഒരു ക്വസ്റ്റ്യനിലേക്കാണ്. അതായത് സാധിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരിക്കലും ഞാനൊരു 20 കൊല്ലം കഴിഞ്ഞാലും ഞാനൊരു ഡ്രൈവറെ വെച്ചിട്ട് വണ്ടി ഓടിക്കുകയാണെങ്കിൽ എനിക്ക് ഡ്രൈവിംഗ് പഠിയില്ല, 30 കൊല്ലമായാലും പഠിയില്ല. എനിക്കതിലൊരു ഇൻട്രസ്റ്റ് വേണം, പിന്നെ എനിക്കത് സാധിക്കുമെന്നുള്ള തോന്നൽ വേണം, എൻ്റെ ഭാഗത്തു നിന്നൊരു എഫേർട്ട് ഉണ്ടാവണം. അതായത് നമ്മുടെ ലൈഫിലൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പ്രോബ്ലംസ് തരും. ഈ പ്രോബ്ലംസ് ദൈവം തരുന്നതിന് എന്തിനാണെന്ന് വെച്ചാൽ അറിയാം, നമ്മളെ സ്പിരിച്വലാക്കാൻ വേണ്ടിയിട്ടാണ്. ആ പ്രോബ്ലംസിൽ നമ്മൾ പരാജയപ്പെടും ചിലപ്പോൾ, പക്ഷേ നെക്സ്റ്റ് വരുമല്ലോ. അപ്പോൾ മനുഷ്യന് ജീവിക്കാൻ ആകെ വേണ്ടത് എന്താണെന്നറിയോ? ഭക്ഷണത്തെ പോലെ പ്രോബ്ലംസാണ്. പ്രോബ്ലംസ് ഇല്ലാതെ പണം ഉണ്ടാവില്ല. ആ ഫേസ് ചെയ്യുന്നതോടുകൂടി എൻ്റെ ഒരു സ്കില്ല് ഡെവലപ്പ് ആവും. ഇപ്പോൾ നിങ്ങളുടെ ഒരാൾ ചൂടായി, വളരെ സിമ്പിളായിട്ട് സാധാരണ ഭാഷയിൽ പറയാം, ചൂടായി. നമ്മൾ എങ്ങനെയാണത് എടുക്കുക? അയ്യോ അവൻ ചൂടായി, അങ്ങനെ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അതിനെങ്ങനെ മറുപടി എടുക്കും, ഞാൻ എന്ത്, ഇങ്ങനെ ആ ഇവൻറ്റിലാണ്. നേരെ മറിച്ച് നമ്മളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല, ഞാൻ എങ്ങനെയാണ് ഇവിടെ റിയാക്ട് ചെയ്തത്, എനിക്ക് കുറച്ചും കൂടി ബെറ്ററായിട്ട് പെർഫോം ചെയ്യാമായിരുന്നല്ലോ. അവൻ ദേഷ്യപ്പെട്ടു, പക്ഷേ എൻ്റെ ഭാഷ, എൻ്റെ ഫേസ്, ഇതൊക്കെ എനിക്കും കുറച്ചുകൂടി ബെറ്ററാക്കാം. നെക്സ്റ്റ് ടൈം വരട്ടെ. അവരടുത്ത സമയത്തിന് വേണ്ടി സുന്ദരമായൊരു കാത്തിരിപ്പ്. അപ്പോൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഞാൻ കുറച്ചും കൂടി ബെറ്ററായിട്ട് അയാളുടെ പെരുമാറും. അല്ലെങ്കിൽ നമുക്കൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ നമുക്ക് ഭയങ്കര ഫിയർ ഉണ്ട്, നമ്മുടെ ബോസിനെ നമുക്ക് പേടിയാണ്. ഓഫീസിൽ എപ്പോഴും നമ്മളിങ്ങനെ പേടിക്കുകയാണ്. ഒന്നുകിൽ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ്, ഒന്നുകിൽ നമ്മൾ ആ ഓഫീസിൽ നിന്ന് ജോലി രാജിവെക്കും, അല്ലെങ്കിൽ അയാളുടെ ചൂടാവും. ഇത് രണ്ടുമല്ലാതെ ഞാൻ എന്നെ ഒബ്സർവ് ചെയ്യുക, എന്നിട്ട് അതിലൊരു പ്രോഗ്രഷൻ, ഒരു ഡെവലപ്മെൻറ്റ് കൊണ്ടുവരിക. അടുത്ത പ്രാവശ്യം ഞാൻ ഒന്നും കൂടെ ബെറ്ററായിട്ട് ബോസിൻ്റെ മുന്നിൽ ഇൻഫീരിയാരിറ്റി ഇല്ലാതെ നിലനിൽക്കും. ഇങ്ങനെ ഒരു സ്കില്ല് ആർജിക്കാനുള്ള ഒരു പരിശ്രമം എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് സ്പിരിച്വലി അവേക്കണം.